സോ നമുക്കറിയാം ഹ്യൂഗോ എക്കിറ്റിക്കയുടെ പുറകെ ന്യൂക്കാസിൽ ഇസാക്കിനെ ഹ്യൂഗോ എക്കിറ്റിക്കേനെ വെച്ച് നെക്സ്റ്റ് സീസൺ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഡേവിഡ് ഓൺസിന് ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, 120 മില്യൺ പൗണ്ട്സ് വരെ ഞങ്ങൾ ഇസാക്കിന് കൊടുക്കാൻ റെഡിയാണെന്ന് ലിവർപൂള് ന്യൂക്കാസിലിനെ അറിയിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ ഇസാക്കിന് ലിവർപൂൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്തതാണ്. സോ ഇതിൻ്റെ പിന്നെ നടക്കുന്ന ഒരു കളി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ചാലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ ഇസാക്കിനെ ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ ഞങ്ങൾ എക്കിറ്റിക്ക് ഈ ഒരു കൂടിയൊരു ബിഡിടാൻ പോവുകയാണെന്നുള്ള ഒരു ചെറിയൊരു വാണിങ്ങോടെ ആയിരിക്കാം. ഇത് ന്യൂക്കാസിനും ചെറിയൊരു തലവേദനയാണ്. കാരണം അവർ ഈ എക്കിറ്റിക്ക ഡീൽ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഇസാക്കിനെ വിൽക്കാൻ അവർ റെഡി ആയേക്കാം. കാരണം ഈ 120 മില്യൺ പൗണ്ട്സ് ഇസാക്കിന് വേണ്ടി അവർ റേസ് ചെയ്താൽ അവിടെ ഫ്രാങ്ക്ഫുട്ടിന് അറിയാം അവരുടെ ഈ ഫണ്ടുണ്ട്. അവർ ഓൾമോസ്റ്റ് 100 ഇപ്പോൾ 80 മില്യൻ്റെ ഒരു പാക്കേജ് വിട്ട് അവർ 100 മില്യൺ വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് പ്രൈസ് കുറയത്തില്ല. അവിടെ 100 മില്യണിൽ തന്നെ ഉറച്ചു നിൽക്കാം. നെഗോഷിയേഷൻസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആവും. സോ ന്യൂക്കാസിൽ ഇപ്പോൾ അപ്പടെ പെട്ട അവസ്ഥയിലാണ്. നമ്മൾ നോക്കുമ്പോഴേക്കും വേണമെങ്കിൽ 120 മില്യൺ പൗണ്ട് വരെ ഞങ്ങൾ റെഡിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹ്യൂഗോ എക്കിറ്റിക്ക ഡീൽ ഞങ്ങൾ എൻ്റർ ചെയ്യുമെന്ന് ലിവർപൂൾ ഒരു ചെറിയ സൈഡ് വാണിംഗ് കൊടുത്തു. അവർക്ക് ഈ ഡീൽ അക്സെപ്റ്റ് ചെയ്താൽ അപ്പുറത്ത് ഫ്രാങ്ക്ഫുട്ട് 100 മില്യണിൽ കുറയ്ക്കത്തുമില്ല. നെഗോസിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടോ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇസാക്ക് ലിവർപൂളിൽ എത്തുമോ, അതോ ലിവർപൂൾ എക്കിറ്റിക്ക ഡീൽ ഹൈജാക്ക് ചെയ്യുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?